എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷനെക്കുറിച്ചാണ്. അതിനൊരു സ്ട്രാറ്റജിക് പ്ലേബുക്ക് തന്നെ നമുക്ക് നോക്കാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ പേടി തോന്നുമെങ്കിലും ഇത് വെറുതെ പണം പിശുക്കുന്ന ഏർപ്പാടല്ല കേട്ടോ. നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ കൂടുതൽ സ്മാർട്ടും കാര്യക്ഷമവുമാക്കാമെന്നുള്ളൊരു വഴികാട്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അല്ലേ? എങ്ങനെയാണ് ഒരു ബിസിനസ്സിന്റെ ക്വാളിറ്റിയോ അതിന്റെ പ്രവർത്തനങ്ങളോ ഒന്നും കുറയ്ക്കാതെ അതേസമയം തന്നെ ചെലവുകൾ നല്ല സ്മാർട്ടായിട്ട് കുറയ്ക്കാൻ പറ്റുക? ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ. ഇതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചലഞ്ച്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ആദ്യം വേണ്ടത് എന്താ? ഒരു ലക്ഷ്യം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ എന്തിനാണ് ഈ ചെലവ് കുറയ്ക്കാൻ പോകുന്നത്? ആ എന്തിന് എന്ന ചോദ്യത്തിന് ഒരു അടിപൊളി ഉത്തരം നമ്മുടെ കയ്യിൽ വേണം. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ലക്ഷ്യമെന്താണ്? ചുമ്മാ ചെലവ് കുറയ്ക്കുക എന്നല്ല. ലാഭം കൂട്ടാനാണോ? അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസൊക്കെ കുറച്ചുകൂടി സ്മൂത്താക്കാനാണോ? അതുമല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പാഴ്ചെലവുകൾ ഒഴിവാക്കാനാണോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? പ്രൊഡക്ഷൻ, ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്, HR, ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. ഇതിൽ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതെന്ന് കൃത്യമായി നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പ് ഒരു ഡിറ്റക്റ്റീവ് പണിയാണ്. നമ്മുടെ പൈസയൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. ഒരു സാമ്പത്തിക മാപ്പ് ഉണ്ടാക്കുന്നത് പോലെയാണത്. ആ മാപ്പില്ലാതെ നമ്മൾ എങ്ങോട്ട് പോകും അല്ലേ? എവിടെയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കിടക്കുന്നത്, എവിടെയാണോ അപകടം പതിയിരിക്കുന്നതെന്നൊന്നും ഒരു പിടിയും കിട്ടില്ല. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. റോ മെറ്റീരിയൽസിന് 40 ലക്ഷം, മാനുഫാക്ചറിങ്ങിന് 25 ലക്ഷം. ഇങ്ങനെ ഓരോന്നിനും എത്ര രൂപ പോകുന്നു, അത് മൊത്തം ചെലവിന്റെ എത്ര ശതമാനമാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഈ ചെലവ് വരുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡാറ്റയെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു. ഇവിടെയാണ് നമുക്ക് അവസരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ആ ടേബിളിലെ നമ്പറുകൾ കാണുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഇതുപോലൊരു ചാർട്ടായിട്ട് കാണുന്നത്? കണ്ടോ, ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ ക്ലിയറായി. നമ്മുടെ പണത്തിന്റെ സിംഹഭാഗവും എങ്ങോട്ടാ പോകുന്നതെന്ന് ഒറ്റയടിക്ക് മനസ്സിലാവും. ഈ ഉദാഹരണത്തിൽ നോക്കിയാൽ റോ മെറ്റീരിയൽസും മാനുഫാക്ചറിങ്ങും കൂടി തന്നെ 65%. അപ്പോൾ പിന്നെ നമ്മൾ എവിടെയാണ് ആദ്യം കൈവെക്കേണ്ടതെന്ന് ഇപ്പം നല്ല വ്യക്തമായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാപ്പ് റെഡി. ഏറ്റവും കൂടുതൽ പണം പോകുന്ന വഴികളും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്തു വേണം? ഈ അറിവിനെ ഒരു ആക്ഷൻ പ്ലാനാക്കി മാറ്റണം. വെറുതെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇതൊരു സിമ്പിൾ 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. സ്റ്റെപ്പ് 1, ഒരു ഏരിയ തിരഞ്ഞെടുക്കുക. ഏറ്റവും കൂടുതൽ ചെലവുള്ള, നമ്മൾ ഇടപെട്ടാൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഒരെണ്ണം. സ്റ്റെപ്പ് 2, അവിടെ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി തീരുമാനിക്കുക. സ്റ്റെപ്പ് 3, ഇതിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഏതാണ് ഹൈ പ്രയോറിറ്റി, ഏതാണ് മീഡിയം, ഏതാണ് ലോ, അതായത് ഏത് ആദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ എങ്ങനത്തെ തന്ത്രങ്ങളാണ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുക? അതിനുള്ള കുറേ ഐഡിയകളാണ് ഈ സ്ട്രാറ്റജിക് ടൂൾ കിറ്റ്. നമ്മുടെ ആയുധപ്പുര എന്ന് വേണമെങ്കിൽ പറയാം. വെണ്ടർമാരോട് വിലപേശി സാധനങ്ങൾ വാങ്ങുന്നത്, ചില ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ജോലികൾ പുറത്തു കൊടുക്കുന്നത്, അതായത് ഔട്ട്സോഴ്സിംഗ്. അതുപോലെ എനർജി ലാഭിക്കുന്നത്, ലീൻ മാനേജ്മെന്റ് പോലുള്ള ടെക്നിക്കുകൾ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഓരോ ടൂൾസാണ്. വെറുതെ ഒരു സ്ട്രാറ്റജി തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്ന് നമ്മൾ കണക്കുകൂട്ടി നോക്കണ്ടേ? ബിസിനസ്സിൽ അങ്ങനല്ലേ, അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കേ വിലയുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന മാറ്റങ്ങളൊക്കെ നടപ്പാക്കിയാൽ 1 വർഷം കൊണ്ട് എത്ര രൂപ ലാഭിക്കാം? ഈ ഉദാഹരണത്തിൽ അത് 12 ലക്ഷം രൂപയാണ്. ഇതൊരു വെറും നമ്പറല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന കഠിനാധ്വാനത്തിന് കിട്ടാൻ പോകുന്ന റിസൾട്ടാണ്. തീർച്ചയായും ഈ 12 ലക്ഷം ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് മുടക്കേണ്ടി വരും. വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ലല്ലോ. ഇവിടെ നമുക്ക് വേണ്ടിവരുന്ന നിക്ഷേപം 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നമ്പറിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനിന്റെ ഹൈലൈറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ROI. ഇവിടെ അത് 400%. എന്താ അതിൻ്റെ അർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും തിരികെ 4 രൂപയുടെ നേട്ടം കിട്ടും. ഈ ഒരൊറ്റ കണക്ക് പോരെ നമ്മുടെ പ്ലാൻ എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറക്കരുത്. ഈ കോസ്റ്റ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, അതൊരു മാരത്തണാണ്. ഒരു തവണ ചെയ്തിട്ട് ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇതൊരു തുടർ പ്രക്രിയയാണ്. ലോങ് ടേമിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ഇതിനെ നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ ട്രാക്കിൽ തന്നെയാണോ പോകുന്നത് എന്നെങ്ങനെ അറിയും? അതിനാണ് ഈ KPIs, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കണം.
ചിലവ് എത്ര ശതമാനം കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് മാർജിൻ കൂടിയോ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കുറഞ്ഞോ, നമ്മൾ മുടക്കിയ കാശ് തിരികെ കിട്ടാൻ എത്ര മാസമെടുത്തു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് മനസ്സിലാവും. ഏത് നല്ല പ്ലാനിനും അതിൻ്റേതായ റിസ്കുകളുണ്ടാവും. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, നമ്മൾ ചെലവ് കുറയ്ക്കാൻ നോക്കുമ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുമോ? അല്ലെങ്കിൽ ജീവനക്കാരുടെ മനോവീര്യത്തെ ഇത് മോശമായി ബാധിക്കുമോ? ഇതൊക്കെ സാധ്യതകളാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഓരോ റിസ്ക്കും മുൻകൂട്ടി കണ്ട് അതിനെ എങ്ങനെ നേരിടാം എന്നതിനൊരു പ്ലാൻ കൂടി തയ്യാറാക്കണം. അതാണൊരു സ്മാർട്ട് സ്ട്രാറ്റജിയുടെ ലക്ഷണം. ഇവിടെയാണ് കണ്ടിന്യൂവസ് ഇംപ്രൂവ്മെന്റ് അഥവാ നിരന്തരമായ മെച്ചപ്പെടുത്തൽ എന്ന ആശയം വരുന്നത്. എന്താണിത്? ഇതൊരു ഫിനിഷ് ലൈനില്ലാത്ത ഓട്ടമാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക, കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി വീണ്ടും മുന്നോട്ട് പോകുക. ഇതൊരു സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു പ്രോജക്റ്റ് അല്ല, മറിച്ച് ഒരു ബിസിനസ് കൾച്ചറാണ്. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ എന്താണ്? നമ്മുടെ ലക്ഷ്യം വെറുതെ ബില്ല് കുറയ്ക്കുക എന്നതല്ല. അതിനപ്പുറം ഭാവിക്ക് വേണ്ടി കൂടുതൽ കാര്യക്ഷമതയുള്ള, ഏത് പ്രതിസന്ധിയെയും താങ്ങാൻ ശേഷിയുള്ള നല്ല ലാഭകരമായ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുക എന്നതാണ്. അപ്പോൾ ഈ പ്ലേബുക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിലെ ഐഡിയകളും സ്ട്രാറ്റജികളും എല്ലാം നിങ്ങൾക്കിപ്പോൾ അറിയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ബിസിനസ്സിലെ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഏത് പ്രധാനപ്പെട്ട ചെലവാണ് നിങ്ങൾ ഈ രീതിയിൽ ആദ്യം ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോകുന്നത്? ആ ഒരു ചിന്തയിൽ നിന്നാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്.